ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്ന് വ്യാഴാഴ്ചയായിട്ട് നമ്മുടെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിമിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്നോ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ലൈവ് വരെ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി കിടിലൻ മത്സരങ്ങളായിരുന്നു അല്ലേ. ഫസ്റ്റത്തെ കളി നമ്മുടെ ആരായിരുന്നു, ഇംഗ്ലണ്ട് കോങ്കോ. അത് കിടിലൻ കളിയായിരുന്നു. കോങ്കോ അട്ടിമറിക്കും വിചാരിച്ചു, പക്ഷെ അവിടെ ഹാരി കെയ്ൻ ഉദിച്ചു. രണ്ടാമത്തെ കളി നോക്കുമ്പോൾ നമ്മുടെ സെനഗലും ബെൽജിയം. സെനഗൽ സിമ്പിളായി ജയിച്ചു വിചാരിച്ചാൽ, പക്ഷെ ലാസ്റ്റ് ടൈമിൽ ആകെ കളി മാറി പറഞ്ഞു. 2 ഗോള് ലീഡ് ഉണ്ടായിരുന്ന സെനഗൽ 3 തിരിച്ചു കൊണ്ടു, 3 തിരിച്ചടിച്ചു ബെൽജിയം. എന്നിട്ടാണ് ജയിച്ചത്. പെട കളിയായിട്ടോ എന്തായാലും. ഓക്കെ ഗൈസ്, എന്തായാലും ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. 10,000 GB ആസ് യൂഷ്വൽ ലോഗിൻ ബോണസ്, പിന്നെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാക്ക് ജർമ്മനി 2014. ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പാക്ക് തന്നെ ആയിരുന്നു ഇന്നലെ. പക്ഷെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതിൽ നമ്മുടെ ടോണി ക്രൂസ് ഒക്കെ ആയിരുന്നു കേട്ടോ. ടോണി ക്രൂസ് ഓസിലൊക്കെ ആയിരുന്നു. ഇവിടെ അതാ വന്നിരിക്കുന്നത് ഫിലിപ്പ് ലാമിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഫിലിപ്പ് ലാം എഡ്ജർ ക്രോസിങ് പ്ലസ് ഷാഡോ ഹണ്ട് പറഞ്ഞ സ്കില്ലായിട്ടാണ്. പിന്നെ നമ്മുടെ ക്ലോസെ ബുള്ളറ്റ് ഹെഡർ പ്ലസ് ഫിനോൽ ഫിനിഷിങ്. പിന്നെ മറിയോ ഗോഡ്സെ ഫിനോൽ പാസ് പ്ലസ് ഫിനോൽ ഫിനിഷിങ്. 3 കാർഡ് എന്തായാലും ടോപ്പ് ആയിരിക്കും. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. വേറെ ഒന്നും അങ്ങനെ വന്നിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാം. സെക്കൻഡ് അക്കൗണ്ടാ, മെയിൻ അക്കൗണ്ട് അവിടെ കിടക്കുന്നുണ്ട്. അതിൽ തുറന്നിട്ടില്ല. ഇതിൽ ഞാൻ ഡെയിലി ലോഗിൻ ചെയ്യാറില്ല, ഇടയ്ക്ക് മറന്നു പോകും, അതാണ് ഉണ്ടാവാറ്. ഓക്കെ, സോ നേരെ കോൺട്രാക്റ്റിൽ പോകാം. പാക്സിൽ വേറെ മാനേജർ പാക്കും കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. ആസ് യൂഷ്വലായിട്ട് അവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് നോക്കണം ബാക്ക് കേട്ടോ. അപ്പോൾ പ്ലെയർ ഡീറ്റെയിൽസൊക്കെ നോക്കാം നമുക്ക് എന്തായാലും. ഫിലിപ്പ് ലാം 30 വയസ്സുള്ള ഫിലിപ്പ് ലാം കേട്ടോ. റൈറ്റ് ഫുട്ടഡ് ആണ്. ക്രോസിങ്ങിന് നോക്കണ്ട, ടോപ്പാണ്. ഓക്കെ, സോ ബിഗ് ടൈം കാർഡാണ് വന്നിരിക്കുന്നത്. അറ്റാക്കിങ് ഫുൾ ബാക്ക് 2 സൈഡും കളിക്കാൻ അറിയാമല്ലോ. ഫിലിപ്പ് ലാമിൻ്റെ എല്ലാ കാർഡും തന്നെയാണ്. പ്ലേ സ്റ്റൈൽസ് ഇൻവെസ്റ്റ് റൗണ്ട് ലോങ് ബോൾ എക്സ്പെർട്ട് ഏർലി ക്രോസർ. സോ സ്റ്റാറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ പാസിങ് സെറ്റാണ്. ഡിഫെൻസീവിലും ആൾ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ സ്പീഡ് ആക്സലേഷനും എല്ലാം കൊണ്ടും സെറ്റ് കാർഡാട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വിങ് ബാക്ക് വേണമെങ്കിൽ എന്തായാലും പോയി എടുത്തോ, ടോപ്പായിരിക്കും. ഓക്കെ, പോരാത്തതിന് ഷാഡോ ഹണ്ട് പറഞ്ഞ സ്കില്ലുണ്ട്. പിന്നെ എഡ്ജർ ക്രോസിങ്ങും. പിന്നെ നമ്മുടെ മരിയോ ഗോഡ്സെ 2014 അർജൻറ്റീനയ്ക്കെതിരെ ഫൈനലിൽ ഗോൾ അടിച്ച ഓർമ്മയില്ല ഞങ്ങൾക്ക്. ചെങ്ങായിയാണ്, 22 ദിവസമുള്ള ഗോഡ്സെയാണ് അത്. 2014 തേർഡ് ഡീപ്പ് ആൻഡ് ഫോർവേഡായിട്ട് വന്നിരിക്കുന്നു കേട്ടോ. സോ സൂപ്പർ സബ് ആയിരിക്കും എന്തായാലും. സ്റ്റാറ്റ്സ് വൈസ് ഡ്രിബിളിങ് സെറ്റായിരിക്കും, പാസിങ് കുഴപ്പമുണ്ടാവില്ല, ഫിനിഷിങ് സെറ്റായിരിക്കും. സ്പീഡ് ആക്സലേഷനൊക്കെ ഒരു 85-90 അടുത്ത് കിട്ടിയായിരിക്കും. ഓക്കെ, സോ സൂപ്പർ സബ് തന്നെയാണ്. ഫിനോൽ പാസേഴ്സ്, ഫിനോൽ ഫിനിഷിങ്. ഓക്കെ, അപ്പോൾ അർജൻറ്റീനക്കാർക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ആള് അന്ന് ഗോൾ അടിച്ച് ജയിച്ചെങ്കിലും പിന്നെ ആൾ 2022 മെസ്സിനെ സപ്പോർട്ട് ചെയ്ത് വന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അതൊക്കെ ഒരു രസമുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. ആളുടെ മകനായിട്ട് സെലിബ്രേഷൻ ചെയ്യണതും മെസ്സി കപ്പടിക്കാൻ വേണ്ടി നിൽക്കണതൊക്കെ അടിപൊളിയായിരുന്നു അത്. ഇനിയിപ്പോൾ മൂന്നാമത്തെ പ്ലെയർ നോക്കിയാൽ ക്ലോസ് ആണ്. സോ നമ്മുടെ വേൾഡ് കപ്പിലത്തെ ഓൾ ടൈം ടോപ്പ് സ്കോറർ ആയിരുന്നു ഈ കൊല്ലം വരെ. പക്ഷെ അത് മെസ്സി അടിച്ചെടുത്തു. ഇപ്പോൾ മെസ്സിയാണ് ടോപ്പ്, പിന്നാലെ എംബാപ്പെ കേട്ടോ. സോ 36 വയസ്സുള്ള ക്ലോസ് ആണ്. 2014 തടഞ്ഞാണ് ലാസ്റ്റോടെ കാടാട്ടത്. സോ ഗോൾ പോച്ചറാണ് കേട്ടോ ആള്. മാച്ചിങ് റണ്ണാണുള്ള A+ സെൽസ് വന്നിരിക്കുന്നത്. ഓവർ റേച്ച് വന്നിരിക്കുന്നത്. ഇതെന്തായാലും ഒരു 107 പോവും. ക്ലോസൊക്കെ അത്ര കൊടുത്തില്ല, പക്ഷേ ഏജ്ഡ് ക്ലോസ് ചെയ്ത് 2010 ക്ലോസ് വരണം പൊളിച്ചേനെ. അപ്പോൾ എന്തായാലും സ്റ്റാറ്റ്സ് എല്ലാം അത്യാവശ്യത്തിൽ കിട്ടും കേട്ടോ. പിന്നെ പ്ലേ സ്റ്റൈല് ഗോൾ പോച്ചർ. ഓക്കെ, സോ സ്കിൽസ് ബുള്ളറ്റ് ഹെഡർ ഉണ്ട്, ലോങ് റേഞ്ച് കളർ ഉണ്ട്, ആക്രോബാറ്റിക് ഫിനിഷിങ്, ഫിനോൽ ഫിനിഷിംഗ് ആണ് വേറെ വന്നിരിക്കുന്ന സ്കില്ല്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡിനായിട്ട് നമ്മുടെ ക്ലോസ്ഡേ. എന്തായാലും നിങ്ങൾ ഈ കാർഡിന് പോകണ്ടോ ഇല്ല ജസ്റ്റ് താഴ്ക്കാൻ വേണ്ടി ജർമ്മനി ഫാൻസൊക്കെ എന്തായാലും പോകണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഓസിലിനെ കൊണ്ടുവരുന്നില്ലേ ക്രൂസിനൊക്കെ, കുഴപ്പമില്ല. വേറെ ബാക്ക് നോക്കുകയാണെങ്കിൽ ജപ്പാൻ്റെ കാർഡ് വന്നിട്ട് 2026 ജപ്പാൻ്റെ ഉഡ, പിന്നെ കമാഡ, സനോ ആണ് നമ്മുടെ ബ്രസീലിലെ ബോളടിച്ച്. ഉഡ വന്നിരിക്കുന്നത് ബുള്ളറ്റ് ഹെഡർ പ്ലസ് ലോ സ്ക്രീമറിൻ്റെ സ്കില്ലായിട്ടാണ്. പിന്നെ ഫിനോൽ ഫിനിഷിംഗ് വേഴ്സ് ഫിനോൽ പാസ്സാണ് നമ്മുടെ കമാഡ വന്നിരിക്കുന്നത്. പിന്നെ ലോങ് റീഡ് ടാക്കിൾ പ്ലസ് മാൻറ്റിഫീച്ചാണ് സനോ വന്നിരിക്കുന്നത്. ജപ്പാൻ തോറ്റിലല്ലേ വിഷമം കണ്ടിട്ടില്ല എന്നല്ല, പക്ഷെ നമുക്കെതിരല്ല വന്നത്. അതുകൊണ്ട് നമുക്ക് തോൽപ്പിച്ചല്ലേ പറ്റും. നമുക്കെതിരെ വന്നതിനാ വേറെ വല്ല ടീമിൻ്റെ ഒപ്പം നമ്മൾ ഫുൾ സപ്പോർട്ടായിരുന്നു. നമ്മുടെ എതിരെ വരുമ്പോഴല്ലേ നമുക്ക് പ്രശ്നം. ബ്രസീലിനെതിരെ വന്നുകൊണ്ട് എതിർക്കേണ്ടി വന്നു. കുഴപ്പമില്ല, എന്തായാലും ജപ്പാൻ നല്ലൊരു ക്യാമ്പയിനായിരുന്നു. ഈ കാർഡ് എന്തായാലും അധികാരം പോകണ്ടാവില്ല എന്നാണ് പ്രതീക്ഷ. 150 പ്ലേയേഴ്സ് കാർഡ് വന്നിരിക്കും. പിന്നെ പ്രാന്തല് പോകാൻ. പിന്നെ നോക്കുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദി ഡേ എന്തായാലും ഇന്ന് വരാൻ ചാൻസ്, ടിലിമൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇസ്മായിൽ സാർ വരാൻ ചാൻസ് ഉണ്ട്. ഹാരി കെയ്ൻ വരാൻ ചാൻസ് ഉണ്ട്.
നോക്കാം നമുക്ക്. പിന്നെ USA വിലകോണോ അങ്ങനെ കുറച്ച് പ്ലേസൊക്കെ വരും. പിന്നെ പിന്നെ എന്തായാലും അതിൻ്റെ ഷോർട്ട് ടൈം വരിക റൗണ്ട് ഓഫ് 16 കഴിഞ്ഞിട്ടായിരിക്കും. റൗണ്ട് ഓഫ് 16 പറഞ്ഞിട്ട് വേറെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും വന്നിട്ടില്ലടാ. ഇതിൽ നോക്കുകയാണെങ്കിലും സ്പെഷ്യലായിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഫ്രീ ട്രൈ ആണ്. ഇതിനി എന്തായാലും അൺലോക്ക് ആയതുകൊണ്ട് ഇന്ന് വീണ്ടും ഒരു 5 ഫ്രീ സ്പിന്നും കൂടി നമുക്ക് കളിച്ചെടുക്കാനുള്ളത് അൺലോക്ക് ആയിട്ട് ഇനി അടുത്ത ആഴ്ചയാണ് വേറെ. ഇത് എന്തുമാതിരി നക്കാപിച്ച് തരണ പോലെയാണല്ലോ തരല്. എന്തായാലും ഇത് നിങ്ങൾക്ക് ആരെ കിട്ടി കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ എന്തായാലും ഇതിൻ്റെ കമ്പൈൻഡ് ബോക്സ് ഡ്രോ ചെയ്യണതായിരിക്കും കേട്ടോ. വേറെ നോക്കുകയാണെങ്കിൽ പാക്ക് വൈസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇവൻസിക്ക് പോവാം. ഇവൻസിക്ക് വരികയാണെങ്കിൽ ഫ്രീ ട്രൈ എടുക്കാനുള്ളത് പ്ലെയർ ഓഫ് ദി ഡേ ഫ്രീ ട്രൈ എടുക്കാനുണ്ട്. പിന്നെ 25 കോയിൻ ഒരെണ്ണം വന്നിട്ടല്ലോ. ഇത് മുമ്പ് വന്നിട്ടില്ലേ. പിന്നെ ഇതൊന്നും കളിച്ചെടുത്തില്ല. ഇത് കളിച്ചെടുത്തോ അറിയാലോ, മറ്റേ ഫ്രീ സ്പിന്ന് കിട്ടും. വേറെ ഒന്നുമില്ല. പ്ലെയർ ഓസിസ് പ്ലെയറിൽ 50 കോയിൻ അത്ര തന്നെ ഉള്ളൂ. ഓക്കെ. പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നും ഇല്ല അല്ലേ. വേറെ ഒന്നും ഇല്ലടാ. പാക്ക് കൊണ്ടുവരാനായിട്ടൊരു വ്യാഴാഴ്ചയല്ല തന്നെയാണ്. വേറെ ഇതൊന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ നമുക്ക് തിങ്കളാഴ്ച വരാൻ പോകുന്ന പാക്ക് കിട്ടില്ല കേട്ടോ. തിങ്കളാഴ്ച നമുക്ക് അവൈലബിൾ ആവുന്നത് നമ്മുടെ ഡേവിഡ്സ് അവൈലബിൾ ഉണ്ട്, നെതർലാൻഡ്സിൻ്റെ ഡേവിഡ്സ്. പിന്നെ മൈക്കിളോമൻ അവൈലബിൾ ആവുന്നുണ്ട് ഇംഗ്ലണ്ടിൻ്റെ. പിന്നെ നമ്മുടെ പെറ്റിച്ച് ഫ്രാൻസിൻ്റെ. സോ ഈ 3 കാർഡ്സാണ് നമുക്ക് തിങ്കളാഴ്ച വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കാണ്. കാരണം അതിൽ ഡേവിഡ്സ് സീൻ കാർഡാണ്. ഓവൻ അടിപൊളിയാണ്, സെൻട്രൽ ഫോർവേഡ് അറിയാലോ. പിന്നെ കുറച്ച് പെറ്റിച്ചാണ്. പക്ഷെ പെറ്റിച്ച് പോരാ, അത്ര അടിപൊളി എന്നൊരു ഇതില്ല, ഹിസ്റ്ററി ഇല്ല ആൾക്ക് ഈ ഫുട്ബോൾ. അപ്പോൾ ഈ 3 കാർഡാണ് നമുക്ക് തിങ്കളാഴ്ച അവൈലബിൾ ആകാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിക്കോ, വെച്ചാണ് എടുത്തോ. ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ. ഇന്ന് അൺലോക്ക് ആവുക ഇവിടെ നിന്നാണ്. ഇന്ന് ഇത് ഫുൾ അൺലോക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയ്ക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. എന്തായാലും ഇത് കളിച്ചെടുത്തോ. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ എന്താ പറയുക, തിങ്കളാഴ്ചത്തെ ബാക്ക് പറഞ്ഞു എല്ലാം. പിന്നെ ഇന്ന് നമ്മുടെ പോർച്ചുഗലിൻ്റെ കളിയാണ്. പോർച്ചുഗലിലെ പ്രെഡിക്ഷൻ താഴെ കമൻറ്റ് കേട്ടോ. പിന്നെ നമ്മുടെ ഫുട്ബോൾ ടോക്സിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് ചെയ്താക്കിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യം എന്തായാലും കയറി ജോയിൻ ചെയ്തോ. ഫോളോ അടിച്ചോ. ഇൻട്രസ്റ്റിൻ്റെ മതി. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ലൈവ് വരാൻ പറ്റിയില്ല, ക്ഷമിക്കണം. അപ്പോൾ ബൈ.